ഹലോ ഗായ്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണും സുവർണയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അവരെവിടേക്കാണ് പോയതെന്ന് അറിയത്തില്ല എന്ന് സുവർണ നമ്മുടെ രാധികാമ്മയെ വിളിച്ച് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ വരുൺ പറയുന്നുണ്ട്, സുവർണയുടെ കയ്യിലൊരു സൂപ്പർ ഐഡിയ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ രാധികാമ്മ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും സുവർണ പറയുകയാണ്, അജാസാണ് എല്ലാത്തിനും തടസ്സം. സോ അജാസും ഗീതവും തമ്മിൽ ഒരു അഫെയർ ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്താമെന്ന് പറയുമ്പോഴേക്കും രാധികാമ്മ ചൂടാവുകയാണ്. നിൻ്റെ ഓരോ അവിഹിത കഥകൾ കാരണം ഇപ്പം ഗീതവും കണ്ണനും കൂടുതൽ അടുക്കുന്നത്. ഇനി അവർക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടാകാനുള്ള കുഴപ്പമുള്ളൂ, അതിനുള്ള കഥയാണ് നീ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞ് രാധികാമ്മ ചൂടാവുകയാണ്. ഇതേ സമയത്ത് വരുൺ പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നാളായി, എങ്ങനെയാലും തിരിച്ച് വീട്ടിൽ കയറണം. അങ്ങനെ ഒരു കുഞ്ഞ് അവരിഷ്ടപ്പെട്ട് അവർക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മുളയിൽ നുള്ളണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് സുവർണ ഒരു പ്രത്യേക ഭാവത്തിൽ ഒരു ചെറിയ വിഷമത്തിലോ അത്ഭുതത്തിലൊക്കെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പ്രിയമോളെ ഉപയോഗിച്ച് എങ്ങനെയും രഞ്ജുവിനെ പുറത്താക്കണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയ പറയുവാണ്, ഇതുവരെ ഗീതവും ഗോവിന്ദേട്ടനും വന്നിട്ടില്ല. അവർ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായി. ഞാനിവിടെ വന്ന് എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. എന്നെ ഡെലിവറിക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പോലും ഞാൻ പറയേണ്ട അവസ്ഥയാണെന്ന് പറയുമ്പോൾ വിനോദ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുവാണ്. രേഖ ഇതിനൊക്കെ ഇല്ല, അവരിപ്പോൾ വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രിയമോള് ദേഷ്യവും വിഷമമൊക്കെ കൊണ്ട് പുള്ളിക്കാരി വീട്ടിൽ നിന്ന് ചാടിത്തുള്ളി വെള്ളോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ അവർ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദേട്ടനും ഗീതവും കൂടെ വണ്ടിക്ക് വരുവാണ്. ഗോവിന്ദേട്ടനും ഗീതവും കൂടെ വരുമ്പോഴേക്കും പ്രിയമോളെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പ്രിയ അത്ര നല്ല മൂഡിലല്ലാന്ന്. എന്നിട്ട് അവരിങ്ങനെ നൈസായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രിയ കൂടെ പൊട്ടിത്തെറിച്ച് നിൽക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗീതു പേഴ്സിൽ നിന്നൊരു പേപ്പർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ലേറ്റ് ആയതിന് കാരണം എന്താണെന്ന് അറിയുമോ, നിന്നെ ഡെലിവറിക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ജോൾസിനെ നോക്കി കണ്ടിട്ട് നല്ലൊരു ഡേറ്റ് നോക്കാൻ വേണ്ടി പോയതാണ്. അടുത്ത വ്യാഴാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ പ്രിയയ്ക്ക് ആശ്വാസമാവും കേട്ടോ. പ്രിയയുടെ കാര്യത്തിന് വേണ്ടി പോയെന്നൊക്കെ അറിയുമ്പോൾ പ്രിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. എന്നിട്ട് പ്രിയയും വിനോദിനോടും കൂടെ നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുകയാണ്, ഇന്നിവിടെ നിൽക്കാം, പോകണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവർ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുവാണ്. എല്ലാവരും പ്ലേറ്റ് മാറിയിട്ട് അല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ അങ്ങനെ ചെയ്യില്ല, ഗീതു അങ്ങനെ ചെയ്യില്ല എന്ന് രാധികാമ്മയും വിനോദമൊക്കെ നൈസായിട്ട് അങ്ങ് കാല് മാറിയിട്ട് പറയുവാണ് കേട്ടോ. പ്രിയ എല്ലാവരെയും മാറി നോക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ പോവാം. നമ്മുടെ ഗോവിന്ദേട്ടൻ്റെ ഗീതുവിനോട് വീട്ടിൽ കയറുവാണ്. ആ സമയത്ത് നമ്മുടെ രേഖേച്ചി വന്നിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഏത് ജോത്സ്യനെയാണ് കാണാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഗീതു തന്നെ അത് ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഗീതു ജോത്സ്യനെന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങ് കയറി പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗോവിന്ദ് കുളിച്ചിട്ട് ഇറങ്ങി വരുവാണ്. പുള്ളി ഡ്രസ്സ് ഇട്ടിട്ടില്ല, പുള്ളി ഒരു ടവലുകൊണ്ട് ഇങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ ഗീതു വന്ന് വാതിൽ തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന അർദ്ധനഗ്നനായി നിൽക്കുന്ന ഗോവിന്ദിനെ കണ്ട് ഗീതു ഞെട്ടുകയാണ്. ഗോവിന്ദു അലറി വിളിക്കുകയാണ്. ഈ ഒച്ച കെട്ടുന്ന താഴേന്ന് രേഖേച്ചി ഓടി വരുന്നുണ്ട്, കൂടെ കാഞ്ചനൊക്കെയുണ്ട്. അവരെന്താണെന്ന് ചോദിക്കുമ്പം നമ്മുടെ ഗീതു ഇങ്ങനെ പയ്യെ പമ്മി പറയുന്നുണ്ട്, ഗോവിന്ദേട്ടൻ വഴക്ക് പറഞ്ഞു എന്ന്. അപ്പോൾ നമ്മുടെ രേഖേച്ചിക്ക് എന്തോ കാര്യം, എന്തോ ഒരു ഇവരമ്മ എന്തോ ഒരു തമാശ എന്തോ നടന്നു എന്ന് മനസ്സിലായിട്ട് നമ്മുടെ കാഞ്ചനോട് പറഞ്ഞു, കാഞ്ചന അങ്ങ് പൊക്കി, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടും കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗോവിന്ദേട്ടൻ പയ്യെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഗീതുവിനോട് പറയും, വാതിലെ മുട്ടാനുള്ളൊരു മിനിമം മര്യാദ കാണിക്കണം എന്ന് പറയുമ്പോഴേക്കും ഗീതു ഇങ്ങനെ പറയുകയാണേ, ഞാൻ ഓർത്തോ ഇങ്ങനെ ആദിമ മനുഷ്യൻ വന്ന് നിൽക്കുന്ന പോലെ നിങ്ങൾ വന്ന് നിൽക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഗീതു ഇങ്ങനെ പയ്യെ ഒരു കള്ളത്തരത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന രീതി പറയാം, അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ അത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് ഇപ്പോൾ ഗീതുവിനോട് പറയുവാണ്, ഇങ്ങനെയൊക്കെ നടന്നത് ചിലപ്പം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറയുമ്പോൾ ഗീതു പ്രതീക്ഷിക്കുവാണ് അവരുടെ ഒരു കുടുംബജീവിതത്തെ പറ്റിയായിരിക്കും പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുവാണ്, ഇതിപ്പം നീ കയറിയിരുന്നെങ്കിൽ നീ കുറ്റിയിടാണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഞാനിതുപോലെ കാണുകയല്ലേ, അത് തടയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ദേവ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ഗോവിന്ദ് ചിരിച്ച് കളിച്ചങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഗീതുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഗീതു കൂടെ കലിതുള്ളി അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് സമയം രാത്രിയാവുന്നുണ്ട്, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. ആ സമയത്ത് ഒരു പാട്ട് കേൾക്കുവാണ്. ഒരു ഗണപതി ഭജനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദേട്ടൻ പിള്ളേർക്ക് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അയ്യപ്പണ്ണൻ തിരിച്ചു വന്നു കേട്ടോ. അയ്യപ്പണ്ണനാണ്. അയ്യപ്പണ്ണൻ്റെ വയറ് കാണുമ്പോൾ നമ്മുടെ കാഞ്ചന പറയുകയാണ്, ആണ്ട് അയ്യപ്പണ്ണൻ്റെ കൂടെ തന്നെ ഒരു വയറെന്ന് പറയും. അപ്പോഴേക്കും അയ്യപ്പണ്ണൻ പറയും, വയറ് മാത്രമല്ല ഉടലും തലയും ശരീരവും ഒക്കെ ഉണ്ടെന്ന് പറയും. എന്നിട്ട് അയ്യപ്പണ്ണൻ വീട്ടിലോട്ട് കയറുമ്പോഴേക്കും പ്രിയമോളൊക്കെ ചോദിക്കും, എന്തിനാ അയ്യപ്പണ്ണ പോയെന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മുടെ രാധികാമ്മ മുറിയിൽ നിന്ന് വാതിൽ തുറന്നു വരുവാണ് കേട്ടോ. രാധികാമ്മയ്ക്ക് അയ്യപ്പണ്ണൻ വന്ന് അത്ര ബോധിച്ചിട്ടില്ല. പുള്ളിക്കാരെ മനസ്സിലാവും, ഇനി ഇങ്ങേറൊരു കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പയ്യെ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ച് അയ്യപ്പണ്ണോട് പറയുവാണ്, അല്ലെങ്കിലും അയ്യപ്പണ്ണൻ ഉള്ളതാണല്ലോ, 2 വർഷം കൂടുമ്പോൾ പിന്നെ 3 മാസത്തേക്ക് ഒരു മുങ്ങലാണല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അയ്യപ്പണ്ണൻ പറയും, മുങ്ങിയതൊന്നുമല്ല, ഞാനൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയതാണ്,
ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അയ്യപ്പണ്ണൻ പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, അതിന് എന്തിനാ അയ്യപ്പണ്ണ അവിടം വരെ പോയത്, ഈ വീട്ടിൽ താമസിക്കാതെ തന്നെ ഒരു കുഞ്ഞിക്കാല് കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഗോവിന്ദ് ഉദ്ദേശിക്കുന്ന പ്രിയമോള് പ്രഗ്നൻ്റാണ്, ഈ തറവാട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അയ്യപ്പണ്ണൻ അത് കേട്ട് ഭയങ്കര സന്തോഷിച്ച് നിൽക്കുവാണ്. അയ്യപ്പണ്ണൻ വിചാരിക്കുന്നത് ഗീതുവിനും ഗോവിന്ദനും കൂടെ ഒരു കുട്ടി ഉണ്ടാവുന്ന കാര്യമാണ് ഗോവിന്ദ് പറയുന്നതെന്നാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. താങ്ക് യു.